നമസ്കാരം, എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ തിയേറ്ററുകൾ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ജോർജേട്ടൻ സ്പൂരം എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ കെ ബിജു ആണ് ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ സിനിമയിൽ പങ്കുകൊള്ളാൻ സ്വാഗതം ചെയ്യുന്നു ബിജുവിന്. ജോർജേട്ടൻ സ്പൂരം തിയേറ്ററിലൊരു പൂരം നിറച്ചുകൊണ്ട് തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ കൊണ്ടാടുന്നു ആഘോഷിക്കപ്പെടുന്ന ചിത്രം. ഒരു കബഡി മത്സരവും അതിൻ്റെ പിന്നാമ്പുറ കഥകളും അതിനോടൊപ്പം തന്നെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എങ്ങനെയാണ് അതിലേക്കുള്ള അവരുടെ ഓരോ മെസ്സേജുകളും അങ്ങനെ കുറേയധികം സാരാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചിത്രമാണ് താങ്കളുടെ രചനയിൽ പിറന്നു വീണിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ്റെ ഭാഷയിൽ എങ്ങനെയാണ് പറയുന്നത്? ജോർജേട്ടൻ സ്പൂരം ആദ്യം തന്നെ ഞാനൊന്ന് ഷെജിനൊന്ന് തിരുത്തട്ടെ. കഥയാണ് എൻ്റെത്. സ്ക്രീൻ പ്ലേ വൈവി രാജേഷാണ്. ഈ സിനിമയിലേക്ക് വരുന്നത് ആക്ച്വലി ഞാൻ ഡോക്ടർ ലവ് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സൊലെ എന്ന് പറയുന്ന നമ്മുടെ സുവേട്ടൻ പി സുകുമാർ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റോറി ഐഡിയ ദിലീപേട്ടൻ്റെ അടുത്ത് നരേറ്റ് ചെയ്യുന്നത്. കഥ ആക്ച്വലി കഥയിലേക്ക് ലാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ തന്നെ ഒരു ഞാനും എൻ്റെ സൗഹൃദവുമായിട്ട് സ്പെൻഡ് ചെയ്ത കുറച്ച് മുഹൂർത്തങ്ങൾ. ഇപ്പോൾ സാധാരണഗതിയിൽ അതിൽ എൻ്റെ ഒബ്സർവേഷനിൽ വന്നൊരു കാര്യം, ചില കാര്യങ്ങൾ ഒരു കഥ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്കുള്ള സ്പാർക്ക് അതിലുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം വേറൊന്നുമല്ല, എല്ലാ നാട്ടിലും ഉണ്ടാവും ഒരു സൗഹൃദങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം, ഒരു മൈതാനം അല്ലെങ്കിൽ നോക്കിയേക്കും. അപ്പൊ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ പലപ്പോഴും നമ്മൾ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവർ ലോ ക്ലാസ് എന്ന് പറയാറുണ്ട്, വെറും തറകളാണ്, വായി നോക്കികളാട്ടാ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും നാടിനൊരു പൊതുവായ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണ വീട്ടിൽ പന്തലിടാൻ, സദ്യ വിളമ്പാൻ ഓടി അവരുണ്ടാവും, അവരായിരിക്കും മുമ്പന്തിയിലുണ്ടാവുക. ഒരു മരണ വീട്ടിൽ പന്തലിടാൻ, മറ്റു കാര്യങ്ങൾക്കായിട്ട് അവരുണ്ടാവും, അവരാണ് ആദ്യം എത്തുക. ഒരു മരണ വീട്ടിൽ റോഡിൽ ഒരു ആക്സിഡന്റ് നടന്നാൽ എടുത്തു പൊക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും നമ്മൾ ഈ കാറ്റഗറൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ലോ ക്ലാസ് എന്ന് കാറ്റഗറൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പല പേരുകൾ വിളിച്ച് വായി നോക്കികൾ, തറകൾ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരാണ് മുൻപന്തിയിലുണ്ടാവുക. അപ്പോൾ ഇത് പലപ്പോഴും പല സ്ഥലങ്ങളിലും എൻ്റെ അനുഭവങ്ങളിലൂടെ തന്നെ ഞാനും ആ രീതിയിൽ പല കാര്യങ്ങളിലും പന്തലിടാനും സദ്യ വിളമ്പാനും ഒക്കെ എൻ്റെ നാട്ടിൽ പോയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മരണ വീടുകളിലും ഹോസ്പിറ്റലിൽ എത്തിക്കാനൊക്കെ. അപ്പോൾ ഇതൊരു കഥയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട് എന്ന് മനസ്സിൽ തോന്നുകയും അത്തരം ഒരു സ്റ്റോറി ഐഡിയ അല്ലെങ്കിൽ അത്തരം ഒരു അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് പറയുമ്പോൾ തന്നെ ദിലീപേട്ടൻ പറഞ്ഞു ഇത് വർക്ക് ചെയ്യും, നമുക്ക് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പിന്നീട് അത് ഡോക്ടർ ലവ് എന്ന് പറയുന്ന പ്രോജക്റ്റിലേക്ക് പോകുന്നു. അതിനുശേഷം വേറെ ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾ ആലോചിക്കുന്ന ഒരു കഥ എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു പക്ഷേ പൂർണ്ണ തൃപ്തി കിട്ടുന്ന ചില കഥകൾ സ്ക്രീൻ പ്ലേ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് താഴത്തേക്ക് പോകും. പലപ്പോഴും അതങ്ങനെയാണല്ലോ, ചിലപ്പോൾ സ്ക്രീൻ പ്ലേയിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാണ്ട് വരാം. അപ്പോൾ അത്തരത്തിൽ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞാൻ വേണ്ടാന്ന് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ പ്രൊഡ്യൂസർ ജോർജേട്ടൻ സ്പൂരം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസർ എൻ്റെ സുഹൃത്തും കൂടിയായ അരുൺ, ഡോക്ടർ ലവിന് ശേഷം നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അരുൺ ഘോഷ് ഞങ്ങൾ തമ്മിൽ കാണുകയും, സത്യത്തിൽ ഞങ്ങൾ ആദ്യം ഈ ഒരു സിനിമയല്ല പ്ലാൻ ചെയ്യുന്നത്, വേറൊരു കഥയാണ് പ്ലാൻ ചെയ്യുന്നത്. വേറൊരു കഥ പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയിലേക്കൊക്കെ കടന്നപ്പോൾ നമുക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ലായ്മ വരികയും, അപ്പം ഞാൻ അരുണിനോട് വെറുതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞൊരു സൗഹൃദ സംസാരത്തിനിടയിൽ പണ്ട് ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് സൊലെ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു സംഭവം നരേറ്റ് ചെയ്തിട്ടുണ്ട്, ദിലീപേട്ടൻ അന്നത് താല്പര്യമായിരുന്നു എന്ന് പറയുകയും, അത് അരുണാണ് പിന്നീട് ദിലീപേട്ടൻ്റെ അടുത്ത് പോയിട്ട് അന്ന് ഇങ്ങനെ പറഞ്ഞ സംഭവം ദിലീപേട്ടനോട് സംസാരിക്കുന്നതും ദിലീപേട്ടൻ അത് താല്പര്യമുണ്ടെന്ന് അറിയുകയും പിന്നെ അരുൺ എന്നോട് ഇൻഫോം ചെയ്യുകയും അതാണ് ഇന്ന് കാണുന്ന ഈ ജോർജേട്ടൻ സ്പൂരത്തിലെത്തിയത്. എങ്കിലും ഒരു തൃശ്ശൂരിൻ്റെ സൗഹൃദ കൂട്ടായ്മ, പ്രത്യേകിച്ച് സ്ലാങ്ങിൽ തന്നെ വ്യത്യാസമുണ്ട്. തൃശ്ശൂർ സ്ലാങ് ഇതിനോടകം തന്നെ പല ചിത്രങ്ങളും മലയാളികൾ ഏറ്റുവാങ്ങി, തൃശ്ശൂർ സ്ലാങ്ങിലും ആ പശ്ചാത്തലത്തിൽ നിർമ്മിച്ചവ. ആ ഒരു ശ്രേണിയിലേക്ക് ജോർജേട്ടൻ സ്പൂരം എത്തുന്നു. കൂടാതെ മലയാളത്തിലെ ജനപ്രിയ നായകൻ ദിലീപേട്ടനാണ് ഹീറോ. അപ്പം ആ ഒരു സ്ലാങ്ങും ദിലീപേട്ടനും എങ്ങനെയാണ് സംവിധായകൻ്റെ കാഴ്ചപ്പാട്? ദിലീപേട്ടനോട് എനിക്ക് അങ്ങനെ ഒരു അപരിചിതത്വം ഇല്ല. കാരണം ദിലീപേട്ടൻ്റെ കല്യാണരാമൻ എന്ന് പറയുന്ന സിനിമ മുതൽ ഞാൻ ലാസ്റ്റ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ചെയ്യുന്ന പടം പാപ്പിയ പച്ചയാണ്. അപ്പം ഒരുപാട് പടങ്ങൾ ദിലീപേട്ടൻ്റെ കൂടെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിലീപേട്ടനിൽ നിന്നും ആളുകൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ദിലീപേട്ടൻ ഏത് രീതിയിലാണ് ദിലീപേട്ടനെ മോൾഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിന് ഏറെക്കുറെ ഒരു ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഒരു ഇൻ ആൻഡ് ഔട്ട് ദിലീപേട്ടൻ ജോണർ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ പോലും ഒരു എന്താ പറയുക ഹ്യൂമർ കാര്യങ്ങൾക്കൊക്കെ അതേ രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴും ഒരു സാധാരണ ചില സിനിമാ നിരൂപകർ പറയുന്ന വാക്കുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചളമാക്കുക, ചളിയാക്കുക എന്നൊക്കെ പറയില്ലേ,
അത്തരം ഒരു ഏരിയയിലേക്കൊന്നും ബോധപൂർവം തന്നെ പോകാണ്ട്, എന്നാൽ ദിലീപേട്ടൻ്റെ ജോണറിൽ നിന്നുകൊണ്ട് യൂത്തിനും കൂടി, ചെറുപ്പത്തിനും കൂടി, അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ കഥയും കൂടിയാണല്ലോ ജോർജ് ചേട്ടൻസ് പൂരം. അപ്പോൾ അവർക്കും കൂടി സ്വീകാര്യമാകുന്ന ഒരു രീതിയിലാണ് ഞങ്ങളത് ചെയ്യാൻ ശ്രമിച്ചത്. അത് ഏറെക്കുറെ സക്സസ് ആയി എന്നുള്ളതാണ്, അതിൽ സന്തോഷമുണ്ട്. പിന്നെ ഈ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കിയ രജിഷ വിജയൻ രണ്ടാമത്തെ ചിത്രമാണ് അനുരാഗകരിക്കുമ്പോഴത്തെ ശേഷം. ആ ഒരു നായികയിലേക്ക് വരുമ്പോൾ കന്യാസ്ത്രീയാകാൻ അങ്ങനെയുള്ള കഥാപാത്രം രജിഷയിലേക്ക് എത്തിയത് അനുരാഗകരിക്കുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് ശരിക്കും ഈ രജിഷ ഈ നമ്മളുടെ ക്യാരക്ടറിന് ഏത് രീതിയിലും അപ്പം അനുരാഗരിക്കുമ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല, ഇപ്പോൾ അവാർഡ് വരണം പെർഫോമൻസ് വൈസ് ആണെങ്കിലും. അപ്പോൾ നമ്മളുടെ ക്യാരക്ടർ ഒരു കന്യാസ്ത്രീ പട്ടത്തിന് പഠിക്കുന്ന അത്യാവശ്യം അടക്കം ഒതുക്കമൊക്കെ ഉള്ള അത്യാവശ്യം ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ എല്ലാ രീതിയിലും സ്യൂട്ടബിൾ ആണ് എന്ന് തോന്നിയപ്പോൾ ഞാൻ അരുണിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾ രജിഷയായിട്ട് സംസാരിക്കുന്നു. പിന്നീട് രജിഷ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുമ്പോൾ എനിക്ക് ഏറെക്കുറെ ബോധ്യമായിരുന്നു. കാരണം ഹൈലി ടാലൻറ്റഡ് ആണ് ആ കുട്ടി. നല്ല രീതിയിൽ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായ ചില സംശയങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ എന്ന് പറയാം. അപ്പോൾ അത്തരത്തിൽ സംശയങ്ങൾ ചോദിച്ച് ആ ക്യാരക്ടർ ഭംഗിയാക്കുക, പെർഫോമൻസിൻ്റെ എല്ലാ ആംഗിളും ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പലപ്പോഴും രജിഷയോട് പറയാറുണ്ട്, ഒരു ഡയറക്ടറും കൂടി ഉള്ളിലുണ്ടല്ലേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതിനുശേഷം ഈ അവാർഡ് ഡിക്ലെയർ ചെയ്ത സമയത്ത് അനുരാഗരിക്കൻ വെള്ളത്തിന് അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ കഴിഞ്ഞാൽ കാരണം അതിന് അർഹതയുണ്ട്. അത് ഇനിയും ഒരുപാട് നല്ല ക്യാരക്ടേഴ്സും നല്ല പെർഫോമൻസും രജിഷയിലൂടെ ഉണ്ടാവും മലയാള സിനിമയ്ക്ക് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. രജിഷയുടെ തന്നെ ആ ഒരു ഡയലോഗ് പ്രൊമോ കട്ട്സിലുണ്ടല്ലോ, അല്ല ഒരു പണിയില്ലാത്ത അത് ശരിക്കും ഒരു മോട്ടിവേഷനാണ്, പ്രചോദനമാണ് കാണികൾക്കും അല്ലേ? തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞു പോകുന്ന കഥ ജോർജ് വടക്കൻ്റെ കഥയാണ്, ദിലീപേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ. ഇപ്പോൾ ജോർജ് വടക്കൻ ഇന്നത്തെ യൂത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ അവർ ജോർജ് വടക്കൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, വിനയ് ഫോർട്ട് ചെയ്യുന്ന വാവച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടർ, വിനയ് നന്നായിട്ട് ആളുകളെ ചിരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഷറഫ് പള്ളൻ എന്ന് പറയുന്ന ക്യാരക്ടർ, തിരു എന്ന് പറയുന്ന അപ്പോൾ ഇവർ 4 സംഘത്തിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഇന്നത്തെ യൂത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു പറമ്പിൽ വെറുതെ വായി നോക്കിയിരിക്കുന്നവർ എന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അത്തരം അതിൻ്റെതായ എല്ലാ ഒരു നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും, അതായത് സൗഹൃദം ഇഷ്ടപ്പെടാത്ത ആരുമില്ലല്ലോ. സൗഹൃദം ഇഷ്ടപ്പെടുന്നവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പല മുഹൂർത്തങ്ങളും, കണ്ടറിഞ്ഞതോ കേട്ടറിഞ്ഞതായ പല മുഹൂർത്തങ്ങളിലൂടെ ഈ സിനിമ കടന്നു പോകുന്നുണ്ട്. ഒപ്പം ജോർജ് വടക്കൻ്റെ ഫാദർ പള്ളിയിലച്ചനാണ്, രഞ്ജി പണിക്കർ സാർ ചെയ്യുന്ന ഫാദർ മാത്യൂസ് വടക്കൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ മാത്യൂസ് വടക്കന് മകനെ ഒരു പള്ളിയിലച്ചനായി കാണണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ അച്ഛനാകുന്നില്ല എന്ന് മാത്രമല്ല, ഒരു സാധാരണ അയാൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗുണങ്ങളും ഇല്ലാത്ത അയാളുടെ ആഗ്രഹങ്ങൾക്ക് നേരെ എക്സ്ട്രീം ആയിട്ടുള്ളൊരു മകനാണ് ജോർജ് വടക്കൻ. അപ്പോൾ അത്തരത്തിൽ അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ജോർജ് ചേട്ടൻസ് പൂരം എന്ന് പറയുന്ന സിനിമയെ ഒരു കുടുംബ സിനിമയും കൂടി ആക്കുന്നുണ്ട്. ഒപ്പം ഈ പറഞ്ഞ പ്രണയം, ഈ ഒരു കന്യാസ്ത്രീ പട്ടത്തിന് പഠിക്കുന്ന കുട്ടിയാണെന്ന് അറിയാണ്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ പോലെ ഈ മെർലിനോട് കണ്ട് ഇഷ്ടം തോന്നുകയാണ് ഈ ജോർജ് വടക്കൻ്റെ ക്യാരക്ടർ. ആ പ്രണയ സീക്വൻസുകൾ വളരെ 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 മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ട്, എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കുകൾ അനുസരിച്ചിട്ട് വളരെ മനോഹരമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അതൊരു പ്രണയ സിനിമയും കൂടിയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഈ വെക്കേഷനിൽ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, ഇതിപ്പോൾ അങ്ങനെ മഹത്തരമായ സിനിമയാണ് അതാണ്. പക്ഷേ വെക്കേഷനിൽ കുടുംബമായിട്ട് കുട്ടികളുമായിട്ട് തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ അവരെ 2-2.5 മണിക്കൂർ എല്ലാ രീതിയിലും എൻ്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. കുടുംബത്തിന് ആസ്വദിക്കാൻ പറ്റുന്ന അതിലൊരു ഹാസ്യം, പ്രതീക്ഷിക്കുന്നത് എന്തോ അതുണ്ട്, പ്രതീക്ഷിക്കുന്ന ഹ്യൂമർ എല്ലാ ഏരിയകളിലും നന്നായിട്ട് ചിരിച്ച്, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 20-30 മിനിറ്റ് മുമ്പ് വരെ ചിരിപ്പിച്ചു പോകുന്ന ഒരു കഥയാണ്. അതായത് തിയേറ്ററിൽ ചെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, എല്ലാവരും ചിരിയാണ്. വേറെ ഞാൻ പറഞ്ഞില്ലേ, മറ്റ് അവകാശവാദങ്ങളൊന്നുമില്ല. ചിരിപ്പിച്ചു പോകുന്ന അവരുടെ സൗഹൃദങ്ങൾ, നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കൊച്ചു കൊച്ചു മുഹൂർത്തങ്ങൾ കാണുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക, അങ്ങനെ എൻ്റർടൈൻ ചെയ്തു പോകുന്ന ഒരു സിനിമ. അതിനോടൊപ്പം ഈ പറയുന്ന നമ്മൾ പലപ്പോഴും ഇത്തരത്തിൽ എഴുതിത്തള്ളുന്ന ആളുകൾ ആണ് നാടിൻ്റെ ഒരു പൊതുവായ ഒരു ആവശ്യം വന്നാൽ മുന്നിൽ വരിക എന്ന് പറയുന്ന. അപ്പം ഒരു നാടിനെ നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം എല്ലാവരും എഴുതിത്തള്ളിയ ജോർജ് വടക്കനും കൂട്ടുകാരും മുന്നിൽ നിന്ന് ആരും ഏറ്റെടുക്കാനില്ലായിട്ടും മുന്നിൽ നിന്ന് ഏറ്റെടുത്ത് സക്സസ് ആക്കുന്നിടത്താണ് ഈ സിനിമ. ശരിക്കും മോട്ടിവേഷനാണ്. തീർച്ചയായിട്ടും. കാരണം അതിപ്പോൾ നമുക്കൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ സ്കൂളിൻ്റെ ഒക്കെ ക്ലാസ്സിലൊക്കെ ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ആൾക്കാർ പലപ്പോഴും നമ്മൾ പറയും അവർ പഠിപ്പിക്കാറുന്നല്ല. പക്ഷേ
ഈ ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്നവൻ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്നവൻ ഒരു ഡോക്ടറായേക്കാം, ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്നവൻ ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ പണിതേക്കാം. അവന്റെ ബുദ്ധി അവൻ ഒരുപാട് പേർക്ക് ജോലി കൊടുത്തേക്കാം. അപ്പൊ അത്തരത്തിൽ ഞാൻ പറയുന്നത് എല്ലാ ഏരിയകളിലൂടെയും കുട്ടികൾ കടന്നു പോകണ്ടേ. അപ്പൊ ഉഴപ്പുകൾ എന്ന് പറഞ്ഞ് നമ്മളവരെ കൺട്രോൾ ചെയ്യുന്നതിൽ കാര്യമില്ല, എല്ലാ മേഖലകളും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കാണുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഈ ജോർജ് വടക്കനും കൂട്ടുകാരും ഈ നാടിൻ്റെ ഈ പ്രശ്നം ഏറ്റെടുത്ത് നമ്മുടെ പടത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, ജോലിയും കൂലിയില്ലാതെ തെണ്ടി നടന്നവർ നാടിൻ്റെ അഭിമാനമായി മാറി. അതെ അതെ, ഹരിനാരായണൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം ഈ കഥ എന്താണോ എന്നുള്ളത് ആ ജോലിയും കൂലിയും ഇല്ലാതെ എന്ന് പറയുന്ന പാട്ടിൽ ഹരി നന്നായിട്ട് നന്നായിട്ട് തങ്ങി. അതായത് ജോലിയും കൂലിയില്ലാതെ തെണ്ടി നടക്കുന്നവർ, അവര് ജനിച്ചാൽ അവിടെ ഉണ്ടാവും, മരിച്ചാൽ അവിടെ ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ നാട്ടിലെ പൊതുവായ ഒരു ആവശ്യത്തിന് അവിടെ ഉണ്ടാവും എന്ന് പറയുന്ന, എന്നാൽ അവരുടെ ഉള്ളിൽ നന്മയുള്ളതാണ് എന്ന് പറയുന്ന ഹരി നന്നായിട്ട് അതിന്റെ ലിറിക്സ് എഴുതി. ഗോപിയുടെ ആ പാട്ട് ഇതിനോടൊക്കെ തന്നെ എല്ലാവരും ചുണ്ടുകളുണ്ട് ആ പാട്ടത്തിൽ കളിക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു മറ്റൊരു പ്രത്യേകത, നമ്മൾ തൃശ്ശൂരിൻ്റെ പ്രിയ നടൻ അല്ലേ, നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റ് ടി ജി രവിചേട്ടൻ്റെ ഒരു എന്താ പറയുക പ്രത്യേകത ഒരു അഭിനയമുഖമായിരുന്നു ആ ചിത്രത്തിൽ കാണിച്ചു. ജോസഫേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് രവിചേട്ടൻ ചെയ്തത്. രവിചേട്ടനെ പോലത്തെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ശരിക്കും കണക്കാക്കുന്നത്. ജോസഫേട്ടൻ്റെ ക്യാരക്ടറും ശരിക്കും എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏതൊരു പറമ്പിൽ നോക്കിയാലും ഒരു 50 പൈസയുടെ കുറവുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിച്ചുമ്പയും പറയുന്ന ഒരു സാധു മനുഷ്യൻ ആ പറമ്പിനെ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും. ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന അറിയില്ല, എവിടെ ഉണ്ടാവും, ഒരു ജംഗ്ഷനിലാണെങ്കിലും ഉണ്ടാവും. അത്തരത്തിലൊരു ക്യാരക്ടറാണ് ജോസഫേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ. പലപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ദിലീപേട്ടൻ ഈ പടത്തിൽ ഒരു സീനിൽ പറയുന്നുണ്ട്, എപ്പോൾ വേണേലും കയറി ചെല്ലാവുന്ന സ്ഥലമായിരിക്കണം വീട്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്താണ് മക്കളെ കയറി വാട മക്കളെ എന്ന് പറയുന്ന ആളായിരിക്കണം അപ്പൻ. അപ്പം ഇത്തരത്തിൽ വീട്ടുകാർ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഉഴപ്പുകൾക്കായിരിക്കും വീട്ടുകാർ അവരുടേതായ ന്യായീകരണങ്ങളുണ്ടാവും. പക്ഷെ എന്നാൽ പോലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പലപ്പോഴും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ സങ്കടങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലൊരു പറമ്പിൽ ഒരു ജോസഫേട്ടൻ ഉണ്ടെങ്കിൽ ആ ജോസഫേട്ടൻ്റെ അടുത്ത് പോയിരിക്കും, ജോസഫേട്ടൻ എന്താണ് മോനെ പോട്രാ വിട്ട് കളയടാന്ന് പറയുമ്പോൾ ഒരു ചെറുപ്പത്തിന് ഒരു സൗഹൃദത്തിന് കൊടുക്കുന്ന ഒരു എനർജി വേറെ ആയിരിക്കും. അപ്പം ജോസഫേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ സിനിമയുടെ ഒരു എന്താ പറയുക ഒരു നെടുന്തൂണായിരുന്നു. അപ്പോൾ പക്ഷെ വളരെ വളരെ മനോഹരമായിട്ട് രവിചേട്ടൻ ആ ക്യാരക്ടർ ഭയങ്കര ഫീഡ്ബാക്കാണ് രവിചേട്ടൻ്റെ പെർഫോമൻസിനെ കുറിച്ചാണെങ്കിലും രവിചേട്ടൻ്റെ ക്യാരക്ടറിനെ കുറിച്ചാണെങ്കിലും. രവിചേട്ടൻ്റെ ക്യാരക്ടറും നമ്മുടെ ഈ സൗഹൃദവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഈ പറമ്പും ഈ പിള്ളേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോലെ തന്നെയാണ് ഈ പറയുന്ന ഈ പറമ്പിലെ അന്തേവാസിയായ ജോസഫേട്ടനും ഈ പിള്ളേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പ് കൃത്യമായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ജോർജേട്ടൻ സ്പൂരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ഗ്യാങ്ങിൻ്റെ ഒരു കൂട്ടായ്മ തന്നെയാണ്. ഷറഫുദ്ദീൻ ഇതിനോടകം തന്നെ കോമഡി സീരീസിൽ തിരഞ്ഞു നിൽക്കുന്നു. തൻ്റെതായ മാനറിസങ്ങളാണ് ഷറഫുദ്ദീൻ്റെ അഭിനയത്തിൽ കാണുന്നത് അല്ലേ. അപ്പം വൈവിരാജ് എന്ന തിരക്കഥാകൃത്ത് എഴുതി വെച്ചതിലുപരിയായിട്ട് കയ്യിൽ ദൂരെ സാധനങ്ങൾ എനിക്ക് തോന്നുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹ്യൂമർ പേപ്പറിൽ എഴുതി വെക്കുന്നതിന് പരിമിതികൾ ഉണ്ടാകാറുണ്ടല്ലോ പലപ്പോഴും. സ്പോട്ടിൽ ഇംപ്രൂവൈസേഷൻ വേണ്ടി വരും. ഷറഫും വിനയും ദിലീപേട്ടനും എല്ലാവരും, അതായത് നമ്മൾക്ക് അതിൻ്റെ ഒരു ഫ്രെയിം, അതിൻ്റെ ഒരു ചട്ടക്കൂടിനെ കുറിച്ച് നമ്മൾക്കൊരു ധാരണ ഉണ്ടാകും. ആ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് അവർക്ക് ഫ്രീഡം കൊടുത്തുകൊണ്ട് പറയിപ്പിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ ക്യാരക്ടർ അല്ലെങ്കിൽ ടോട്ടാലിറ്റി, സിനിമയുടെ ടോട്ടാലിറ്റിക്ക് ഷറഫിൻ്റെയും വിനയിൻ്റെയും ഓരോ ആർട്ടിസ്റ്റിൻ്റെയും വിനയ് തന്നെ സീരിയസ് വേഷങ്ങൾ തിളങ്ങി വന്നിരിക്കുന്ന സമയത്താണ് വിനയാണ്. കാരണം ഷറഫ് അത്യാവശ്യം തോന്നാണ്, വിനയ് ഒരു എന്താ പറയാ അത്യാവശ്യം സീരിയസ് ലൈനിലൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പക്ക ലോ ക്ലാസ് ക്യാരക്ടറായിട്ട് വിനയ് എത്തിയപ്പോഴാണ് വിനയ് അത് 100% ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ്, ഞങ്ങൾ ഈ സിനിമ ശരിക്കും ഒരു ടീം വർക്കായിരുന്നു. ഈ ഒരു എല്ലാ ആർട്ടിസ്റ്റുകളും, എല്ലാ ടെക്നീഷ്യൻസും, പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാ ടെക്നീഷ്യൻസും, ക്യാമറമാൻ, എടുത്തു പറയേണ്ട ക്യാമറമാൻ വിനോദ് ഇല്ലംപള്ളി. വിനോദിൻ്റെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കായിരിക്കും ജോർജേട്ടൻ സ്പൂരം. നമ്മുടെ കൂടെ നിന്നു, ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വിനോദ് കൂടെ നിന്നു. അതുപോലെ എഡിറ്റർ ലിജോ പോൾ, നേരത്തെ പറഞ്ഞു ഗോപിയുടെ മ്യൂസിക്കും ഹരിയുടെ ലിറിക്സും, അതുപോലെ നമ്മളുടെ അസോസിയേറ്റ് അസിസ്റ്റൻസ്, പ്രൊഡക്ഷൻ, എല്ലാ ആളുകളും, ആർട്ട് ഡയറക്ടർ സുജിത്ത്, എല്ലാവരുടെയും ഒരു ടീം വർക്കായിരുന്നു. ആർട്ടിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻസ്, അതിൻ്റെ റിസൾട്ടാണ് ജോർജേട്ടൻ സ്പൂരത്തിൻ്റെ വിജയം. കെ ബിജു എന്ന സംവിധായകൻ്റെ സിനിമാ കരിയറിൽ ഡോക്ടർ ലവ്
ഒരിക്കലും മറക്കാത്ത സിനിമാ ചരിത്രത്തിൽ നിന്ന് ഓർക്കും. കാര്യം ആദ്യ ചിത്രം തന്നെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒട്ടനവധി നവാഗതർ അല്ല യങ്സ്റ്റേഴ്സ്, നവാഗതരല്ല യങ്സ്റ്റേഴ്സ് അണിനിരുന്ന ചിത്രം. ചാക്കോച്ചൻ തുടങ്ങി ഭാവന, ഹേമന്ത്, അജു വർഗീസ് തുടങ്ങി ആ ഒരു ഗ്യാപ്പിന് ശേഷം ശരിക്കും എന്തിനാ ഗ്യാപ്പ് ഒന്നെന്ന് ചോദിക്കുന്നത് വെറുതെയാണ്. കാര്യം ഇത്തരം ഒരു ജോർജ് ചേട്ടൻ സ്ഫൂരം പോലുള്ള നല്ല ചിത്രം എഴുതാനും അതിനൊരു കഥ മെനയാനും അത് സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഗ്യാപ്പ് ഒന്നിൽ നല്ല കാര്യം തന്നെയാണെന്ന് പറയൂ അല്ലേ. ചുമ്മാ എല്ലാ വർഷവും പടം ചെയ്യുന്നതിലുപരി ഗ്യാപ്പിട്ട് ചെയ്യുന്നതിൽ ചെയ്ത പടം നല്ല രീതിയിലാണ്. ആ ഒരു ചാരിതാർത്ഥ്യം തോന്നില്ല ഗ്യാപ്പ് വന്നത്. കാരണം ഗ്യാപ്പ് വന്നതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, 1-2 സിനിമകൾ ഇങ്ങനെ കഥ ഇഷ്ടമായിരുന്നു, അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ഏരിയയിലേക്ക് കടന്നപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാണ്ട് നമ്മൾ തന്നെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഡോക്ടർ ലവ് എന്ന് പറയുന്ന സിനിമയുടെ വിജയത്തിന് ശേഷം ഒരുപാട് പേര് ഇപ്പോൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ചെയ്യാൻ സമീപിക്കുന്നവർക്ക് ഡോക്ടർ ലവ് മതി, അതുപോലത്തെ ക്യാമ്പസ് സബ്ജക്റ്റ് ഉണ്ടോ എന്ന് പറയുന്ന ലൈനാണ്. അപ്പം ഞാൻ ഓർത്ത് അത് അപകടമാണ്, ഒരേ ലൈൻ തന്നെ അതവിടെ കഴിഞ്ഞു, ഡോക്ടർ ലവ് അവിടെ കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ അങ്ങനത്തെ ഒരേ പാറ്റേൺ ഫോളോ ചെയ്യേണ്ട എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് വന്നൊരു കാലതാമസം. പിന്നെ ജോർജ് ചേട്ടൻ സ്ഫൂരം അങ്ങനെ ഈ രീതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരുണിൻ്റെ അടുത്ത് പറഞ്ഞു, ദിലീപേട്ടൻ്റെ അടുത്ത് സംസാരിച്ച് ഈ രീതിയിൽ സംഭവ്യമാകുകയായിരുന്നു. അത് എല്ലാ രീതിയിലും ഞാൻ നേരത്തെ എല്ലാവരുടെയും ഞാൻ പ്രത്യേകം വീണ്ടും പറയുന്നത് ഒരു ടീം വർക്കാണ്. ആ രീതിയിൽ പിന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ദിലീപേട്ടൻ്റെ സിനിമകൾ അല്ലെങ്കിൽ ദിലീപേട്ടനെ അല്ല, അതിൽ എനിക്ക് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് പരാമർശം ദിലീപേട്ടൻ എന്ന നടനെ കുറിച്ച് ഇടയ്ക്ക് വന്നിരുന്നു. പക്ഷേ എന്താ പറയുക, അതിനൊരു ആ കാലയളവ് ഈ ചിത്രം റിലീസാകുന്നത് ശരിക്കും ദിലീപേൻ്റെ സ്ഥിര ഓഡിയൻസും സ്ഥിര ഒരു പ്രേക്ഷകരും ഫാൻസും ഈ പടം കാണുവാൻ ശ്രമിക്കുമ്പോഴും ഇങ്ങനെ നെഗറ്റീവ് ഒപ്പീനിയൻ വേറെ ചില കൂട്ടർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ചിത്രത്തെ എങ്ങനെയാണ് സംവിധായകൻ്റെ കാഴ്ചപ്പാടിൽ തോന്നുന്നത്? അല്ല, ദിലീപേട്ടൻ്റെ ഇപ്പോൾ ഈ നെഗറ്റീവ് റിവ്യൂസ് ഞാനും കണ്ടു. എനിക്ക് ആദ്യമേ പറയാനുള്ളത് അത്തരം ചില ഓൺലൈൻ മീഡിയകൾ നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടാക്കി വിടാനുള്ള ശ്രമങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അത് ഇതിനെതിരായത് കൊണ്ടല്ല, സിനിമയ്ക്ക് ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല, അത് ആരും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. സിനിമ കണ്ടിട്ട് ആ സിനിമ നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്നില്ലെങ്കിൽ നിങ്ങൾ വിമർശിച്ചോളൂ. സിനിമ കാണുക പോലും ചെയ്യാണ്ട് തെരഞ്ഞു പിടിച്ചിട്ട് ഒരു സിനിമയെ വിമർശിക്കുക എന്ന് പറയുന്ന പരിപാടി, പ്രവണത, അത് നല്ലതല്ല. സിനിമയെ ഇഷ്ടപ്പെടുന്ന, അപ്പം നമ്മളെല്ലാവരും സിനിമ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളും അതിനോട് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പറഞ്ഞ പോലെ ദിലീപേട്ടനെ കോർണർ ചെയ്യാൻ അല്ലെങ്കിൽ ബോധപൂർവം ദിലീപേട്ടൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ, പല ആരോപണങ്ങൾ ആ രീതിയിൽ തെരഞ്ഞു പിടിച്ച് കോർണർ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ദിലീപേട്ടൻ എന്ന് പറയുന്ന നടൻ്റെ വിജയമാണ് ഈ സിനിമയുടെ തിയേറ്ററിൽ കാണുന്ന പ്രേക്ഷകർ, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരുടെ സാന്നിധ്യം. തിയേറ്ററിൽ ചെന്ന് നോക്കിയാൽ കാണാം, ഫാമിലിയാണ് നമ്മളെ സിനിമ. നമ്മൾ ആരെയാണോ എയിം ചെയ്തിരിക്കുന്നത്, ഈ സിനിമ 100% എന്താ പറയുക, ഭയങ്കരമായ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവകാശവാദങ്ങൾ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഫോക്കസ് ചെയ്ത ഒരു ഓഡിയൻസ് ഉണ്ട്. ഈ അവധിക്കാലത്ത് കുടുംബമായിട്ട് വരുന്ന പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്ത് ചിരിച്ച് എൻ്റർടൈൻ ചെയ്ത് പോകാവുന്ന ഒരു സിനിമ. ആ രീതിയിൽ ഇപ്പോൾ ദിലീപേട്ടനെ ഇങ്ങനെ കോർണർ ചെയ്യുമ്പോൾ പോലും ദിലീപേട്ടൻ്റെ ഓഡിയൻസ്, തീർത്തും പറയാം, ദിലീപേട്ടൻ്റെ ഓഡിയൻസ് തന്നെയാണ് ആ തിയേറ്ററിൽ എത്തുന്ന ഫസ്റ്റ് ഡേ ഇൻഷ്യൽ എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ അങ്ങനെ ഒരു വലിയ ഇൻഷ്യൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡയറക്ടറല്ല ഞാൻ, അത് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. പക്ഷെ ദിലീപേട്ടൻ്റെ ഓഡിയൻസ് തന്നെയാണ് ആ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്ന ഫാമിലി. അപ്പം അതിനകത്ത് നല്ല പ്രവണതയല്ല. ഒരു കാരണവശാലും ആരും വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്നത് ഒരു നല്ല പ്രവണതയല്ല. അത് എന്ത് ചെയ്യാം. ഫിലിം തിയേറ്ററിൽ നിന്ന് കണ്ടിരുന്ന പ്രേക്ഷക പ്രതികരണങ്ങൾ സംവിധാനം കിട്ടുന്നത് എത്തരത്തിലുള്ളതാണ്? ഏത് രീതിയിൽ? ഞാൻ പറഞ്ഞല്ലോ ഷെജിൻ, കാരണം ഒരുപാട് പേര് വിളിച്ചു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിരിപ്പിച്ചു, രസിപ്പിച്ചു, അല്പം ചിന്തിപ്പിച്ചു. വെറുതെ ചിരിയും രസിപ്പിക്കൽ മാത്രമല്ലാണ്ട് നമ്മൾ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പടത്തിൻ്റെ ക്ലൈമാക്സ് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളിന്നും നമ്മുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും 2 കാര്യങ്ങൾക്കാണ്, രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ മതപരമായിട്ട്. അത് രണ്ടും വേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, അത് വേണ്ട കാര്യങ്ങളാണ്. പക്ഷേ രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായിട്ടുള്ള സൗഹൃദ കൂട്ടായ്മകൾ ഇന്ന് നമ്മുടെ നാട്ടിലില്ല. സ്പോർട്സ് ക്ലബ്ബുകളില്ല, ആർട്സ് ക്ലബ്ബുകളില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ വളരെ റെയറാണ്. അന്യം നിന്ന് പോയിരിക്കുക. എനിക്കൊന്ന് നാട്ടിൻപുറങ്ങളിൽ മാത്രമായിട്ട് ഇല്ല, അത് വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അഥവാ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ 2 ടീം അതിനകത്തേക്ക് വന്ന് കയറും, ഒന്നെങ്കിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മതം. അപ്പം അത്തരത്തിലുള്ള കൂട്ടായ്മകൾ നമ്മുടെ നാടിന് ആവശ്യമാണ്.
പരസ്പരം നമുക്ക് തുറന്ന് സംസാരിക്കാൻ, സൗഹൃദങ്ങൾ തുടങ്ങാൻ, അല്പം പിണക്കങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാം. എടാ പോടാ പറഞ്ഞ് രണ്ടെണ്ണം പറഞ്ഞൊക്കെ തീർക്കാനൊക്കെ അങ്ങനെയുള്ള വേദികൾ നല്ലതാ. ഇപ്പം എല്ലാ പിണക്കങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുകയല്ലേ നമ്മളൊക്കെ. അപ്പം അത്തരത്തിലുള്ള വേദികൾ ഇല്ലാണ്ടായി പോകുന്നത്. അതാ പറഞ്ഞത്, അല്പം ചിന്തകൾ കൂടി കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും ജോർജ് ഏട്ടൻസ് പൂരം. ഏതായാലും ജോർജ് ഏട്ടൻ പൂരം തിയേറ്ററിൽ പൂരം കത്തിച്ചുകൊണ്ട് എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. ഹാസ്യം തന്നെ അതിൻ്റെ ഉദാഹരണം. ദിലീപേൻ്റെ ഈ ചിത്രവും ഈ വെക്കേഷൻ നാളുകളിൽ അദ്ദേഹത്തിന് എല്ലാ ചിത്രവും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട്. അതുപോലെ ഈ ചിത്രം ഏറ്റെടുത്തിരിക്കുകയാണ്. ചിത്രത്തിനും അണിയറ പ്രവർത്തകർക്കും സംവിധായകനും എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു. എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. പ്രേക്ഷകരോട് പറയാനുള്ള, ഈ സിനിമ കണ്ട് അഭിപ്രായങ്ങൾ അറിയിച്ച എല്ലാവർക്കും നന്ദി. തീർച്ചയായിട്ടും ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ മറ്റ് അവകാശവാദങ്ങളൊന്നുമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വെക്കേഷനിൽ 2-2.5 മണിക്കൂർ കുടുംബമായിട്ട് കുട്ടികളുമായിട്ട് വന്ന് എൻജോയ് ചെയ്യാവുന്ന, ചിരിക്കാവുന്ന, ആർത്ത് ചിരിക്കാവുന്ന, നിങ്ങളെ രസിപ്പിക്കുന്ന, അല്പം ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും ജോർജ് ഏട്ടൻസ് പൂരം. ഇതിൽ പറഞ്ഞതുപോലെ തന്നെ മറ്റ് നെഗറ്റീവ് റിവ്യൂസൊക്കെ ബോധപൂർവം ഉണ്ടാക്കി വിടാനുള്ള ശ്രമങ്ങളൊക്കെ പല കോണിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ സിനിമ കണ്ടവരോട് നിങ്ങൾ അഭിപ്രായം ചോദിച്ചോളൂ. അവർ ഈ സിനിമ മോശമല്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഈ സിനിമ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കും, ഉറപ്പാണ്. താങ്ക് യു.